ാണ് ഞാൻ ഇതിലേക്ക് വരാൻ തയ്യാറായത്. അതായത് എനിക്ക് വെരിക്കോസ് വന്നിട്ട് കാലിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലഡ് ക്ലോട്ടിങ് വന്നിട്ട് നല്ല മുട്ടിന് കീഴ്പോട്ട് നല്ല കറുപ്പ് കളറുണ്ടായിരുന്നു. കാരണം സർക്കുലേഷൻ ഉണ്ടായില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഡോക്ടർ കാല് സ്കാൻ ചെയ്തു. അപ്പൊ പറഞ്ഞു കാലില് 2 ബ്ലോക്ക് ഉണ്ട്, സർക്കുലേഷൻ ഇല്ലാത്തത് അതുകൊണ്ട് ആ ബ്ലോക്ക് വന്നതുകൊണ്ടാണ് ബ്ലഡ് ക്ലോട്ടിങ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാമ്പി തൈലം പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല. അപ്പൊ അപ്പോഴാണ് ഈ പ്രോഗ്രാം ഇതിന്റെ പ്രോഡക്റ്റിന്റെ കാര്യങ്ങളും എല്ലാം എന്റെ സജിനി മാഡം എന്റെ ലീഡറും വഴികാട്ടിയും കൂടെ നിർത്തിക്കൊണ്ട് ഇത്രയും ആ കാര്യങ്ങൾ പറഞ്ഞു തന്ന ആ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഓരോ രാവിലെയുള്ള മോർണിംഗ് മീറ്റിൽ കയറാൻ തയ്യാറായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്യണത്. കാരണം ഓൺലൈനായിട്ട് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഈ അവസരം അറ്റൻഡ് ചെയ്ത് മറ്റുള്ള ശരിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്ത എനിക്ക് മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്യാൻ ഫോണിന് അല്പം അന്ന് റേഞ്ച് കുറവായിട്ട് ഫ്രണ്ടിൽ പോയിരുന്നെങ്കിൽ മാത്രമേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അത് പെട്ടെന്ന് നമ്പർ പോർട്ട് ചെയ്ത് എയർടെല്ലിട്ട് മാറി. എനിക്ക് അടുക്കളയിൽ വെച്ച് എല്ലാ ദിവസവും എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ഒരു ദിവസവും വിടാറില്ല. അപ്പൊ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ലീഡേഴ്സിന്റെ വാക്കുകളും അതോടൊപ്പം തന്നെ സജിനി മാഡത്തിന്റെ ഒപ്പം തന്നെ ജനീഷ് സാറും എല്ലാ മോട്ടിവേഷനും ഞങ്ങൾക്ക് പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ തരാറുണ്ട്. അപ്പൊ ആ ചാമ്പി തൈലം ഉപയോഗിച്ചു. അതിനോടൊപ്പം തന്നെ ഞാൻ ഡെയിലി ഡിറ്റോസ്, ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ മാൻ ശക്തിമാൻ, നിരവധി പ്രോഡക്റ്റുകളാണ് ഞാൻ ഉപയോഗിക്കാൻ തയ്യാറായത്. എനിക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. ഇന്ന് ആ കാലിന്റെ ക്ലോട്ടിങ് വന്ന കറുപ്പ് പാടെല്ലാം എനിക്ക് മാറി കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ എനിക്ക് നല്ല പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ മറ്റുള്ളവരിലേക്ക് അത് പറയാൻ തയ്യാറായി. കാരണം PCOD-യുടെ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ പീരീഡ് സംബന്ധമായ വയറുവേദന, ഇതിനൊക്കെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ ഉമൺ കമ്പാനിയൻ കൊടുത്തു. അതുപോലെ തന്നെ PCOD-ക്ക് സൈക്ലോവ, ബ്ലഡ് പ്യൂരിഫയർ, ഉമൺ കമ്പാനിയൻ, ഇതെല്ലാം കൊടുത്തപ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടി. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എല്ലാം ഇറങ്ങിച്ചെല്ലാൻ പാടില്ല എന്ന് ചിന്തിച്ചു. അവർക്ക് ഒരുപാട് പേര് ഭയങ്കര കഷ്ടപ്പെടുന്നവരുണ്ട്. വരുമാനത്തിലും അതുപോലെ തന്നെ അസുഖത്താലും കഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മുടെ ഒന്നും പ്രോഡക്റ്റ് മരുന്നല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും കിട്ടുന്ന ഈ അവസരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിരവധി പേരെ കൈ പിടിച്ച് ഉയർത്തി ഒരു ചാരിറ്റി കൂടി ചെയ്യാനും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആരിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കാരണം ഈ അവസരം ഒന്ന് പ്രോഡക്റ്റ് ഉപയോഗിക്കുക, അതിന്റെ റിസൾട്ട് ഉപയോഗിച്ചാൽ ആയുഷ് സർട്ടിഫൈഡ് ചെയ്ത ഈ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം, അതായത് ഷുഗർ ആവറേജ് എനിക്ക് 300 ഉണ്ടായിരുന്നു. എനിക്കൊരു ഷോപ്പൊക്കെ ഉള്ള സമയത്താണ് ഈ വെരിക്കോസ് ഒക്കെ വന്ന് പിടിപെട്ടത്. റെഡിമെയ്ഡ് ഗാർമെന്റ്സും അതുപോലെ തന്നെ തയ്യലും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്നാണ് എനിക്ക് വെരിക്കോസ് ഒക്കെ ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു വന്നത്. അപ്പൊ ഞാന് ഈ ഷുഗറിനാണെങ്കിലും അന്ന് HbA1c എടുത്തപ്പോ 13 ഉണ്ടായിരുന്നായിരുന്നു. ആ ഷുഗർ എനിക്കിന്ന് HbA1c എടുത്തപ്പോൾ 6.5 മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പൊ ഇതെല്ലാം നല്ല റിസൾട്ടാണ്. അതിനുവേണ്ടി ഡൈബ ലൈഫ് ഞാൻ ഇന്ന് വരെ 4 വർഷമായിട്ട് ഞാൻ സ്പൈർനില സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ്. സ്പൈർനില മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ നിരവധി പ്രോഡക്റ്റുകൾ. എനിക്ക് കാൽസ്യത്തിന്റെ കുറവുണ്ടായിരുന്നു, നാൻസി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ലിബോഗെയിൻ സിറപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ഒരു ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോൾ പുട്ടായിരിക്കാം, അല്ലെങ്കിൽ കപ്പ വരെ കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ നെഞ്ചിന്റെ ഒരു സൈഡിലിരുന്ന ഒരു കുത്തലും വേദനയും ഒരു ഗ്യാസിന്റെ പ്രശ്നമാണ്. അത് നമ്മൾ ആ ലിബോഗെയിന്റെ സിറപ്പ് എടുത്തിട്ട് ഒരു 2 ഡോസ് കഴിക്കുമ്പോഴത്തേക്കും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ എന്ത് കാര്യത്തിനും നമ്മുടെ പ്രോഡക്റ്റ്
നല്ലതാണ്. ഗ്യാസിന്റെ പ്രശ്നമായാലും അതുപോലെ തന്നെ നിരവധി പേർക്ക് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അതുപോലെ ഒരു വൂണ്ട് ഹീലിംഗ് ഏറ്റവും കുഞ്ഞൻ പ്രോഡക്റ്റ് ആണ് വൂണ്ട് ഹീലിംഗ്. ആ വൂണ്ട് ഹീലിംഗ് ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് കിട്ടിയാണ്. കാരണം കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചത് ആ സോസ്പാൻ കൊണ്ട് ആ വെള്ളം വാങ്ങി വെക്കാനായിട്ട് എടുത്ത ആ പുഴ പറഞ്ഞു പോയിട്ട് ആ വെള്ളം ചൂടുവെള്ളം അങ്ങനെ തന്നെ മുട്ടിന് കീപ്പോട്ട് ഒഴുകിച്ചാടി മറിഞ്ഞ് വീണതാണ്. അപ്പൊ അത് ഞാൻ ആ വീടിന്റെ താഴെ വരെ ചെന്നതാ. അപ്പൊ അവർക്ക് ഫോൺ ചെയ്യാനായിട്ട് അങ്ങനെയാണ് എന്റെ ഒരു അസോസിയേറ്റ് ഇതിൽ വന്നത് ആദ്യം തന്നെ. അപ്പൊ ഞാൻ വീടിന്റെ താഴെ വരെ ചെന്നായിരുന്നു. ഇത് ഇറക്കി വെച്ചിട്ട് വെള്ളം ഇറക്കി വെച്ചിട്ട് ഞാൻ ഇപ്പൊ വന്നേക്കാം മുകളിൽ വരെ കയറി വരണ്ടെന്ന് പറഞ്ഞ ആള് എന്നെ ഒന്ന് വിളിച്ചപ്പോ പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പറ്റണില്ല. ചൂടുവെള്ളം എന്ന് പറഞ്ഞു. ആ ചൂടുവെള്ളം വീണപ്പോൾ എനിക്കത് അവിടെ ചെന്നിരുന്ന് സംസാരിച്ചപ്പോഴാണ് മാഡം ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. മാഡം ഒരു മിനിറ്റ് വന്നു പോയത്. ഞാനത് നല്ല മഴ പെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ പേപ്പർ എടുക്കാനായിട്ട് പോകണ്ട. ഓക്കെ മാഡം. അപ്പൊ നമ്മള് ആ ചൂടുവെള്ളം വീണിട്ട് നല്ല തിളച്ചോണ്ടിരുന്ന വെള്ളമാണ്. ഞാൻ എന്റെ കയ്യില് വൂണ്ട് ഹീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മാഡത്തിന് കാലയിൽ നന്നായിട്ട് അങ്ങോട്ട് പെരട്ടി കൊടുത്ത് വർത്തമാനം പറഞ്ഞിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞില്ല പുകച്ചിലെല്ലാം മാറി. ഒരു തരി കൊമളയ്ക്കാതെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ കുഞ്ഞൻ പ്രോഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു തരി കൊമളയ്ക്കാതെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കരിഞ്ഞ തൊലി അങ്ങോട്ട് പോയി പഴയ കാല് പോലെ തന്നെയായി. അത്ര സൂപ്പർ റിസൾട്ടാണ്. അതുകൂടാതെ എന്റെ കയ്യില് എനിക്ക് ഇത്തിരി തയ്യലൊക്കെ ഉണ്ട്. അപ്പൊ തയ്ച്ചോണ്ടിരുന്നപ്പോ സൂചി കൈയുടെ നഖത്തിന്റെ ഉള്ളിൽ കൂടെ സൂചി കയറലും മോട്ടർ വെച്ചാണ്. അതുകൊണ്ട് കയ്യിലേക്ക് സൂചി കയറിയപ്പോ കൈ വലിച്ചു, കൈ കീറിപ്പോയി. ഞാൻ അപ്പൊ തന്നെ ചോര ഒഴുകിയെങ്കിലും മോൻ വരെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന്. പക്ഷെ ഞാൻ ആ വൂണ്ട് ഹീലിംഗ് കൈ കഴുകിയിട്ട് വൂണ്ട് ഹീലിംഗ് തയ്ച്ച് കൈ അവനെ കൊണ്ട് കെട്ടിച്ചു. കെട്ടിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ മുറിവ് നമ്മൾ സാധാരണ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊളിഞ്ഞിരിക്കും പോലെ വരണ മുറിവ് കൂടി പിടിച്ചിരിക്കണം. അങ്ങനെ ഒത്തിരി റിസൾട്ടാണ് കുഞ്ഞൻ പ്രോഡക്റ്റിന് പോലും. അപ്പൊ നമുക്ക് നിരവധി പേരിലേക്ക് ഒരുപാട് പേര് പറയാനുണ്ട്. അത് കാരണം റിസൾട്ട് ഒരുപാട് നീട്ടുന്നില്ല. അപ്പൊ നമ്മുടെ അതുപോലെ തന്നെ ഭൂവസ്ത്രം ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ഇപ്പൊ അനിൽ സാർ പറഞ്ഞു. അതുപോലെ എന്റെ തെങ്ങിന് ഉപയോഗിച്ചിട്ടും നിരവധി എത്രയോ കൊല നിറച്ച് തേങ്ങ ഇല്ലാതിരുന്ന തെങ്ങിന് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ്. അതുപോലെ നമുക്ക് ഹെൽത്തും ഹാപ്പിനെസ്സും ഇതിൽ തന്നെ കിട്ടേണ്ട നിരവധി പേരിലേക്ക് എത്തിക്കാൻ വഴി കാണിച്ച് അവരെ കൈ പിടിച്ച് മുന്നോട്ട് നയിക്കാൻ നമ്മൾ തയ്യാറായ വെൽത്തും ഹാപ്പിനെസ്സും അവർക്ക് കിട്ടും. കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ ആർക്കും പറ്റില്ല. അതുപോലെ തന്നെ ഹെൽത്ത് മാത്രം പോരാ, വെൽത്തും വേണം. ഇത് മാത്രം പോരാ, സന്തോഷം വേണം. അപ്പൊ ഇതെല്ലാം ഇവിടെ ഒരുമിച്ച് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന വാക്കുകളിൽ കൂടി അതിനെല്ലാം ഉദാഹരണം ആണ് എന്റെ സജിനി മാഡം വഴികാട്ടിയും എല്ലാം. എന്നെ എന്റെ അസോസിയേറ്റിന്റെ എല്ലാവരുടെയും ഒത്തൊരുമയാണ്. ആ ഒത്തൊരുമയോടെ കൈപിടിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായ നമുക്ക് എന്തും കരസ്ഥമാക്കാം. നിരവധി പേരെ കൂട്ടി നിർത്താം. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് എന്നെ ഈ വാക്പുണ്യ വേദിയിലേക്ക് ക്ഷണിച്ച സജിനി മാഡത്തിന് നല്ലൊരു നന്ദി അറിയിക്കുന്നു.